ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായ ആരോപണം വീണ്ടും മുളപൊട്ടിയിരിക്കുകയാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യം, നേരത്തെ ശക്തമായ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വരികയും മറ്റ് ചാറ്റ് വിവരങ്ങൾ പുറത്തു വരികയും അതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പിന്നെ അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പോവുകയും ഒക്കെ സംഭവിച്ച് നമ്മൾ കണ്ടതാണ്. എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച് പരാതി വരാതിരിക്കുകയും, ആരാണ് ഒരു പരാതിക്കാരി ഉണ്ടാവുമല്ലോ, ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും അത് ഒരു സ്ത്രീയാണെന്നും ഒക്കെ പല രീതിയിൽ പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷെ എത്ര സ്ത്രീകൾ ഉണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഒരു പരാതിക്കാരി വേണമല്ലോ. അത്തരത്തിൽ ഒരു പരാതിക്കാരി മുന്നിട്ട് വരാത്തത് കൊണ്ട്, ഒരു പരാതി എവിടെയും കൊടുക്കാത്തത് കൊണ്ട് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഇരയുടെ പരിവേഷത്തിലേക്ക് വന്നു. ഈ വോയിസ് ക്ലിപ്പുകളും ഈ ചാറ്റുകളും എല്ലാം ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് പോലും വന്നു. ഇക്കാലത്ത് നമുക്ക് സാധ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും രണ്ടുപേർ സംസാരിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം കൊടുത്തിട്ട് ഈ മെയിൽ വോയിസ് ഇതുമായി മാച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്ന് പെയ്ഡ് AI സർവീസുകളിൽ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇപ്പോ ChatGPT അല്ലെങ്കിൽ ജെമിനിയോ ഒന്നും അത്തരത്തിൽ ചെയ്തു കൊടുക്കില്ല. പക്ഷെ അല്ലാത്ത ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം എന്നതാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഒരു ശക്തി, ഒരു പവർ. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രചരിച്ച വീഡിയോ നമ്മൾ കണ്ടല്ലോ. ഇലക്ഷൻ വരണാധികാരി അവസാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു തീരുമാനം, അദ്ദേഹത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചത് എന്നതുപോലെ ഇത്തരത്തിൽ വളരെ ശക്തനായ പവർഫുൾ ആയ ഒരു യുവ നേതാവ്, ആ യുവ നേതാവ് സ്വാഭാവികമായും മറ്റു പാർട്ടികൾക്ക്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക്, അവരുടെ നേതാക്കൾക്ക് അവരുടെ വഴി അതൊരു തടസ്സമാകും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മാറ്റി നിർത്തപ്പെടും. അത് മറ്റു പാർട്ടികളിലായാലും സ്വന്തം പാർട്ടിയിലും തങ്ങളുടെ വളർച്ചയ്ക്ക്, ഇനിയുള്ള അധികാര കസേരയ്ക്ക് ഇയാളൊരു തടസ്സമാണെന്ന് തോന്നിയാൽ കുതികാൽ വെട്ടിക്കൊണ്ട് മാറ്റി നിർത്തുന്നത് കോൺഗ്രസിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല. അപ്പൊ അത്തരത്തിലൊരു കാര്യമായിരിക്കും ഇത് എന്ന് സ്വാഭാവികമായും ജനം കരുതുകയും ഏകദേശം ഒരു മാസത്തോളം വീടടച്ച് വീട്ടിനകത്ത് ഇരുന്നിട്ടും യാതൊരു തെളിവും പുറത്തു വന്നില്ല എന്ന് മാത്രമല്ല, സർക്കാർ ഒരു അന്വേഷണ സംവിധാനത്തെ നിയമിച്ച ശേഷം ആ അന്വേഷണ വിഭാഗം ഉച്ചുകുത്തി ശ്രമിച്ചിട്ടും ഒരു പരാതിക്കാരിയെ ഉണ്ടാക്കാനോ പരാതിക്കാരിയുടെ മൊഴിയെടുക്കാനോ അത്തരത്തിൽ യാതൊന്നും സാധിച്ചിരുന്നില്ല. ആ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ഒരു ഇരയുടെ അല്ലെങ്കിൽ ഒരു വേദനിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു ഭാഗത്തേക്ക് വരികയും ഞാനടക്കമുള്ള വലിയൊരു ഭാഗം ഈ ഒരു പരാതി ഒരു പക്ഷെ അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണ് എന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇവിടെ ഇപ്പൊ കാണുന്ന പല കേസുകളും പിന്നീട് അത് അങ്ങനെ അല്ലാതായി തീരുമ്പോൾ, നമ്മളൊരു വ്യക്തിയെ ക്രൂശിക്കുമ്പോൾ ആ ക്രൂശിക്കുന്നത് അസ്ഥാർത്ഥമായിപ്പോ കഴിഞ്ഞാൽ നമുക്ക് തിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ തുടക്കത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിന് ഒരു കാരണവശാലും ഇത്തരത്തിലൊരു ഒരു ഒരു വഴി കേൾപ്പിക്കാൻ പാടില്ലാത്തതാണ് എന്ന് 2 വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ട്വിസ്റ്റുകൾ വരുന്നത്. എന്നാൽ അതിനേക്കാൾ വലിയ ട്വിസ്റ്റാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള ആ വോയിസ് ക്ലിപ്പും ചാറ്റും അത് അത്യാവശ്യം വിലയുള്ളതാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഒറിജിനൽ ആണ് എങ്കിൽ, അല്ലാതെ ക്രിയേറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ വോയിസ് നോട്ട് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്നത്, ആദ്യം നമുക്ക് വോയിസ് നോട്ട് ഒന്ന് കേൾക്കാം, എന്നിട്ട് പോവാം. ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്, ഇന്നുകൊണ്ട് ലോകം അവസാനിക്കുമ്പോഴല്ലോ എനിക്കൊരു സമയം എന്താ എന്ന് പറഞ്ഞു. 3 ദിവസമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൂടാണ് നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. എന്തിനാ ഞാൻ അതിനെ പറ്റി ബോധരാകുന്നത്? പിന്നെ ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ മാത്രം നിനക്കുള്ളൊരു ചൂട് വിളിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. ഇത്തരത്തിലൊരു വോയിസ് നോട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പെൺകുട്ടിയുടെ ആ ഒരു ഗർഭാവസ്ഥയുടെ തുടക്കത്തിലുള്ള ദിവസങ്ങളിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളാണ്. നമുക്കെല്ലാം അറിയാം, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗർഭാവസ്ഥയുടെ ആദ്യ മാസങ്ങൾ, ആദ്യ ദിവസങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. വളരെ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോ ഭക്ഷണം കഴിക്കാത്ത സാഹചര്യം ഉണ്ടാവും, വലിയ ക്ഷീണം ഉണ്ടാവും, ചിലപ്പോൾ കിടന്നുപോകും, തലച്ചുറ്റുണ്ടാവും, ഛർദി ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ അതിജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ, അധികം ക്ഷീണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു അവിഹിത ഗർഭം കൂടിയാണ് എന്നുണ്ടെങ്കിൽ, വിവാഹം കഴിക്കാത്ത ഒരു ഗർഭം കൂടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിച്ച് ഈ വോയിസിൽ പറയുന്നത് പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസവും അപ്പോഴത്തെ ഒരു പ്രതിസന്ധിയും ഇതെല്ലാം പങ്കുവെക്കാൻ, വിളിക്കാൻ ആകെ ഒരാളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ ഒരു വ്യക്തിയുടെ മാനസിക നില അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അതിനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അതിനെ തെറി വിളിച്ചുകൊണ്ട്, പച്ച തെറി വിളിച്ചുകൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഒരു യുവ നേതാവ് എന്ന നിലയിലല്ല, മനുഷ്യനാണെങ്കിൽ പോലും അത് പറയാൻ പാടില്ല. ഇനി അദ്ദേഹം ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ കൂടി, ഇനി ഏതൊരു വ്യക്തിയാണെങ്കിൽ കൂടി അത്തരത്തിൽ
സംസാരിക്കാൻ പാടില്ല എന്നുള്ളതല്ല. ശത്രുവിനോട് പോലും നമ്മൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. കാരണം അവരുടെ മാനസിക ശാരീരിക അവസ്ഥ അങ്ങനെയാണ്. അത് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരെ പരിചരിക്കുന്നവർക്കോ മാത്രം മനസ്സിലാവുള്ളൂ. അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി അങ്ങ് സൂചിച്ച് മണ്ടിക്കളഞ്ഞു പോകുന്നവർക്ക് അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പച്ചത്തെറി വിളിക്കുന്നുണ്ട് ആ പെൺകുട്ടിയെ. അത് വളരെ അസംബന്ധമാണ്. ആ വോയിസ് ശരിയാണ് എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പൊതുപ്രവർത്തകൻ ആ പൊതുപ്രവർത്തന രംഗത്ത് ഇരിക്കാൻ അർഹനല്ല എന്ന് പച്ചയ്ക്ക് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം അദ്ദേഹത്തെ നന്നായി സപ്പോർട്ട് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെറുപ്പക്കാരൻ ഒരുപക്ഷെ ക്രൂശിക്കപ്പെടുകയാണ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്നാണ് വന്നിട്ടുള്ളത്. ഏതായാലും ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ വോയിസ് ക്ലിപ്പ് അടക്കമുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം തെളിവായി ആ രേഖകളെല്ലാം കൊടുക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടി പരാതിയുമായി പോകുമെന്നുമാണ് പറയുന്നത്. അങ്ങനെ പോകുമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഇതോടുകൂടി തീരുമാനമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകണം എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. എന്റെ കാഴ്ചപ്പാട് അതാണ്. കാരണം അത് ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്നുള്ളതല്ല, ഏത് പെൺകുട്ടിയായാലും അത്തരത്തിൽ വിശ്വാസവഞ്ചന കാണിച്ച് അവൾ ഗർഭിണിയാവുമ്പോൾ അവളെ തെറി വിളിച്ച് മാനസികമായി പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും പറയണമെന്നില്ല. ഒരു ആശ്വാസ വാക്ക്, ഒരു പക്ഷേ നേരെ ചൊവ്വേ വിവാഹം കഴിച്ച് കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബക്കാർ മറ്റുള്ളവരൊക്കെ ആശ്വാസ വാക്കും ഒക്കെ ആയി പിറകെ കൂടും. പക്ഷെ ഇതല്ല അവസ്ഥ. ഈ ഒരു സിറ്റുവേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് സഹായിക്കേണ്ടി വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പിന്തുണ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ തെറി വിളിച്ചത് സത്യമാണ് എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അർഹമായ ശിക്ഷ ഇത് സംബന്ധിച്ച് കിട്ടണം. അതിന് ആ പെൺകുട്ടി പരാതി കൊടുക്കണം എന്നതാണ് എന്റെ നിലപാട്. അല്ലാതെ അനീതിക്ക് കൂട്ടി നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നല്ല യുവ നേതാവാണ്. ആ യുവ നേതാവ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. ജനങ്ങളുടെ വിഷയം കൃത്യമായി അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിയാണ്. ബാക്കിയുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതമാണ് എന്ന് ആണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ വ്യക്തിപരമായ ജീവിതമാണ് എന്നുണ്ടെങ്കിലും അതിൽ സംശുദ്ധി ഉണ്ടാകണം. തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ സംശുദ്ധി ഇല്ലാതെ ഒരാൾ സമൂഹത്തിൽ എങ്ങനെ സംശുദ്ധി വിതറും എന്നൊരു ചോദ്യത്തിന് മറുപടി നമുക്ക് കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ച് വീട്ടിൽ പോയി മറ്റോ വല്ല തൂമ്പാ പണിക്കോ മറ്റോ പോകാൻ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഇപ്പൊ പുറത്തു വന്ന വിവരങ്ങൾ വളരെ ഗുരുതരമാണ്. നേരത്തെ പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശവും മറ്റ് ചാറ്റുകളും പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മിണ്ടാതെ വായ മൂടിക്കെട്ടി ഇരുന്നത് പോലെ ഇനി ഇരിക്കാൻ പറ്റില്ല. ഇതിന്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പറയേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത്, തന്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടോ, അത്യാദി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. തെറ്റ് പറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിന് വിവരവും വിവേകവും ഇല്ല എന്നുണ്ടെങ്കിൽ വിവരവും വിവേകവും ഉള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം, അവരിൽ നിന്ന് ഉപദേശം തേടണം. അങ്ങനെ തെറ്റ് തിരുത്താൻ നമുക്ക് കഴിയും. അത്തരത്തിൽ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അപ്പോഴാണ് ഒരു യുവ നേതാവെന്ന് മാത്രമല്ല ഒരു സാധാരണ ഒരു വ്യക്തി മനുഷ്യനായി മാറുന്നത്. അത്തരത്തിലൊരു മനുഷ്യനാകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തെ നയിച്ചുകൊണ്ട് പോകാൻ അദ്ദേഹത്തിന് ഒരിക്കലും സാധിക്കില്ല. ജനം എന്ത് പറഞ്ഞാണ് അദ്ദേഹത്തെ വിശ്വസിക്കുക? ക്രൈംബ്രാഞ്ച് കേസെടുത്തപ്പോ പരാതിക്കാരിയില്ല, പരാതി കൊടുക്കാൻ ആളില്ല, മൊഴി കൊടുക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ ന്യായീകരിച്ചു, അല്ല സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഇവിടെയും അത്തരത്തിൽ വിവരങ്ങൾ വരുമ്പോൾ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ മൗനം വെടിയാതെ ഇരിക്കുന്നത് അപകടമാണ്. ഒരുപാട് സംശയങ്ങൾക്ക് ഇട നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹം ക്ലിയർ ആയിട്ട് മറുപടി പറയണം എന്താണ് സംഭവിച്ചത് എന്ന്. ഒരു പൊതുപ്രവർത്തകനല്ലേ, ഒരു പൊതുപ്രവർത്തകന്റെ ആ പബ്ലിക് വ്യൂ അത് സുതാര്യമായി തന്നെ ഇരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടും. രാഹുൽ മാങ്കൂട്ടത്തിൽ കള്ളനാണ്, കള്ള നാണയമാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടും. ഇനി അതല്ല, രാഹുലിനെ മനഃപൂർവ്വം ചതിക്കാനാണ് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയണം. രണ്ടായാലും ഇപ്പോ അന്വേഷണം മരവിച്ചിട്ടില്ല, അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണ വിഭാഗത്തിന് ഈ തെളിവുകളോ മറ്റോ ഈ പെൺകുട്ടി ഹാജരാക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ള കഥ മാറും. ഇനി ഒരു പുതിയ കഥ എഴുതി തുടങ്ങും. Different angles. Don't forget to subscribe and support this channel.